ഇപ്പോൾ ലുക്മാന്റെ പ്രായം 15. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുക. ലുക്മാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനർഘ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷെ അല്ലാഹുവിന്റെ വിധി കൂടുതൽ കാലം ആ സന്തോഷം അദ്ദേഹത്തിന് നൽകിയില്ല. ആ 15-ാം വയസ്സിൽ ലുക്മാന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇഹലോകവാസം വെടിഞ്ഞു. ഉമ്മയുടെ വേർപാട് ലുക്മാന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം ആ നൊമ്പരത്തോടു കൂടി തന്നെ തന്റെ ശ്രദ്ധ മുഴുവൻ പിതാവിലേക്ക് തിരിച്ചു. മാതാവിന് കൊടുത്തിരുന്ന ശുശ്രൂഷ കൂടി അദ്ദേഹം പിതാവിന് നൽകി. പക്ഷെ വിധിയല്ലാതെ എന്തു പറയാൻ? അധികം താമസിയാതെ പിതാവും അദ്ദേഹത്തെ പിരിഞ്ഞു. പിതാവ് കൂടി പിരിഞ്ഞ ലുക്മാന്റെ ദുഃഖം വർണ്ണനാതീതമായിരുന്നു. യഥാർത്ഥ വിശ്വാസി ഏതു പരീക്ഷണങ്ങളിലും പതറാതെ ക്ഷമ കൈക്കൊള്ളുന്നവനാണ്. ലുക്മാൻ വിരഹദുഃഖം സഹിച്ചു. അദ്ദേഹം മുഴുവൻ സമയവും അല്ലാഹുവിനു ആരാധന ചെയ്യാൻ വിനിയോഗിച്ചു. ആരാധനയ്ക്ക് വേണ്ടി തികച്ചും ഏകാന്തമായ ഒരു സ്ഥാനം അദ്ദേഹം കണ്ടെത്തി. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സകല ചിന്തകളും വെടിഞ്ഞു. അദ്ദേഹം അവിടെ ഇബാദത്തുകളിൽ മുഴുകി. അന്നപാനാദികൾ വെടിഞ്ഞു, ഐഹിക സുഖങ്ങൾ വെടിഞ്ഞു. അല്ലാഹു എന്ന ചിന്ത മാത്രമായി ലുക്മാൻ ജീവിതം നയിച്ചു. പ്രഭാതം പുഞ്ചിരിച്ചെത്തി. പതിവ് പോലെ അന്നും ലുക്മാൻ ആരാധനയിൽ തന്നെ. ലുക്മാനെ, സുപരിചിതമായ ആ വിളി അദ്ദേഹത്തിന്റെ കാതുകളിലെത്തി. ഒരു പ്രചോദനം പോലെ ആ മിഴികൾ തുറന്നു. നോക്കുമ്പോൾ തൊട്ടുമുന്നിൽ തന്റെ ബഹുമാന്യനായ ഗുരുനാഥൻ. ലുക്മാൻ പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ ബഹുമാന്യനായ ഗുരുവിനെ തന്റെ ഇരിപ്പിടത്തിൽ ആദരവോടെ ഇരുത്തി വളരെ ഭവ്യതയോടെ ചോദിച്ചു, അങ്ങിപ്പോൾ ഇവിടെ എത്തിയതെന്തിനാണ്? ഗുരു ശാന്തമായി മറുപടി നൽകി, പ്രിയപ്പെട്ട ലുക്മാനെ, നിന്റെ ജീവിതം ഇവിടെ തളച്ചിടാനുള്ളതല്ല. നീ ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം. ലുക്മാൻ അത്ഭുതത്തോടെ ചോദിച്ചു, പുറപ്പെടുകയോ? എങ്ങോട്ട്? ഗുരു പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ്, ആ മഹത്തായ ഭവനത്തിന്റെ ആസ്ഥാനത്തേക്ക്. ലുക്മാൻ വീണ്ടും ചോദിച്ചു, ഗുരുവന്ദിരെ, ഞാൻ എന്തിനാണ് ഫലസ്തീനിലേക്ക് പോകുന്നത്? ഗുരു സ്നേഹത്തോടെ മറുപടി നൽകി, അല്ലാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെയാണ്. നീ അദ്ദേഹത്തെ പോയി കാണണം. അദ്ദേഹത്തിൽ നിന്നും നിനക്ക് പലതും പഠിക്കാനുണ്ട്. ലുക്മാന്റെ ഹൃദയത്തിൽ പലവിധ വികാരങ്ങൾ ഓളം തല്ലി. പിറന്ന മണ്ണ്, മാതാപിതാക്കൾ, അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, ഇനി തനിക്ക് ഏക ആശ്രയമായ ഗുരുവര്യനും ഇവിടെയാണ്. എല്ലാം ഉപേക്ഷിച്ചു പോകുകയോ? ലുക്മാനുൽ ഹക്കീമിന്റെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കിയ പോലെ ഗുരു ശാന്തമായി പറഞ്ഞു, പ്രിയ ലുക്മാനെ, ഐഹിക സൗഭാഗ്യങ്ങളെല്ലാം ക്ഷണികമാണ്. മാതാവ്, പിതാവ്, ഗുരു, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാം നൈമിഷിക വിഭ്രാന്തി മാത്രം. അത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും മറ്റൊരു ഇന്ദ്രിയം നിനക്കാവശ്യമാണ്. തീർച്ചയായും ദാവൂദ് നബി അലൈഹിസ്സലാമിയുടെ സന്നിധിയിൽ നിന്ന് നിനക്കത് ലഭിക്കും. ലുക്മാൻ വിനീതമായി പറഞ്ഞു, ശരി ഗുരു, എങ്കിലും അങ്ങയെ വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഗുരു ശാന്തമായ സ്വരത്തിൽ മറുപടി നൽകി,
ക്ഷണികമായ ഐഹിക ജീവിതത്തിൽ ഒന്നിനോടും അമിതമായ കെട്ടുപാടു കാണിക്കരുത്. ഇപ്പോൾ നിന്റെ നിയോഗം പലസ്തീനിലെത്തുക എന്നുള്ളതാണ്. തീർച്ചയായും നീ അത് നിർവഹിക്കണം. ലുക്മാൻ വേദന നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, അങ്ങേ ഇനി എപ്പോൾ കാണാൻ സാധിക്കും? അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക. തുടർന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. ബാക്കി കാണാൻ കാത്തിരിക്കൂ. വീണ്ടും കാണാം.